ദിവസം ഇതേ ആരോപണത്തിൽപ്പെട്ട ആളാണ് എം വിൻസെന്റ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു തർക്കവുമില്ലാതെ ക്ലിയർ ചെയ്ത് പോയി. ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഉയർന്ന, ആത്മഹത്യ അടക്കമുള്ള വിവാദങ്ങൾ ഉയർന്ന IC ബാലകൃഷ്ണൻ ഇത് ക്ലിയർ ചെയ്ത് പോയി. അപ്പോൾ താങ്കളെ മാത്രം സൈഡ് ലൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം? അല്ല, അവർക്ക് നല്ലത് വരട്ടെ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ലൊരു കാര്യമല്ലേ. ഞാൻ അതിൽ എനിക്ക് കുഴപ്പമില്ല. അവർ നന്നായി ജയിച്ചു വരാൻ സാധ്യതയുള്ള ആളാണ്, നന്നായി വരട്ടെ. എൻ്റെ കാര്യത്തിൽ അവസാനം ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. അങ്ങനെ ഒരു കൃത്യമായി അന്വേഷിച്ച് കേസുകൾ ക്ലിയർ ചെയ്തിട്ട് AICC എനിക്ക് അനുകൂലമായ തീരുമാനം എടുക്കട്ടെ. ദൈവം എന്നെ അനുഗ്രഹിക്കായിരിക്കും. ഇതെല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ കേസുണ്ടായി കഴിഞ്ഞാൽ അത് KPCCക്ക് ബോധ്യപ്പെടുത്തുന്ന അടിസ്ഥാനത്തിലാണല്ലോ എന്നെ സംഘടനാ കാര്യങ്ങളിൽ നിന്ന് 6 മാസം സസ്പെൻഡ് ചെയ്ത് പിൻവലിച്ചത്, AICC സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ടല്ലേ ഞാൻ ഒരു ദിവസം പോലും ജയിലിൽ പോയിട്ടില്ല. ഞാൻ KSU കാലഘട്ടത്തിൽ സമരം നടത്തി ആകെ 2 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് ഒളിവിൽ പോയതുകൊണ്ടല്ലേ ദോശ, അത് ജാമ്യം നേടിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകില്ലായിരുന്നു സ്വാഭാവികമായിട്ടും. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ അതിന് നടപടിക്രമങ്ങൾ. നമ്മളൊരു കേസിൽ നമ്മളൊരാളെ കൊന്നു കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും. നമ്മൾ നേരെ കുറ്റബോധമുള്ള ഒരുത്തൻ നേരെ എന്ത് ചെയ്യും? നേരെ സ്റ്റേഷനിൽ ചെന്ന് അത് അവിടെ കീഴടങ്ങി അവൻ അതിന്റെ നടപടിക്രമം ചെയ്യും. ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. കണ്ടിട്ടുള്ളത് കുറ്റം ചെയ്ത എല്ലാവരും കീഴടങ്ങിയല്ല കണ്ടുള്ളൂ. ഞാൻ എൻ്റെ സ്വഭാവ സവിശേഷത പറയുന്നത്, ഞാൻ കുറ്റം ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ, സെഷൻസ് കോടതി, ഏറ്റവും താഴെയുള്ള സെഷൻസ് കോടതിയിൽ പോയി ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ നിന്ന് ജാമ്യം കിട്ടി, എനിക്ക് വിധിയുണ്ട്, നിങ്ങൾ വിധി പരിശോധിക്കുക. ഗവൺമെന്റ് എനിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ, ഹൈക്കോടതിയിൽ വിധി പരിശോധിക്കുക. നമ്മളങ്ങനെ ആ രീതിയിൽ സംസാരിക്കില്ലേ. ഞാൻ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുമായി ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചുപോയി. ഞാനിന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സാറുമായിട്ട് കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ആയിട്ട് കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നുണ്ട്. അവരൊക്കെ എനിക്ക് വേണ്ടി ശക്തമായി നിലപാടെടുത്തിട്ടുള്ള ആളുകളാണ്. ബഹുമാനപ്പെട്ട KC വേണുഗോപാലുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പോകുന്നുണ്ട്. പറ്റുമെങ്കിൽ ദേശീയ അധ്യക്ഷനടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചാൽ അവർ കാണും. അല്ല, എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർക്കറിയാം. അത് ആരെങ്കിലും പരാതി കൊടുത്താലോ ആരെങ്കിലും രാഷ്ട്രീയമോ മതമോ പറഞ്ഞാലോ മാറുന്ന കാര്യങ്ങൾ വൈകാരികമായ നോഷൻസ് ആണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കേസിന്റെ മെറിറ്റ് എന്തുകൊണ്ട്, നിങ്ങൾ പറയുന്ന മെറിറ്റ് എന്തുകൊണ്ട് നിങ്ങളുടെ നേതൃത്വത്തിന് ബോധ്യപ്പെടുന്നില്ലെന്നുള്ളതാണ് ചോദ്യം. ബോധ്യപ്പെടാനും അംഗീകരിക്കാനും അനൗൺസ് ചെയ്യാനും സമയമുണ്ടല്ലോ. ഇന്ന് ലാസ്റ്റ് നിമിഷം അല്ലല്ലോ. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അല്ല, ലാസ്റ്റ് ഡേ ആണ്, ലാസ്റ്റ് നിമിഷം അല്ലല്ലോ. ഡേക്ക് ഇനിയും ഇല്ലേ? ചിലർക്ക് അങ്ങനെ ചില സംഭവങ്ങളിൽ അങ്ങനെ നടക്കും. ഈ സഭകളുടെ ചിലർക്ക് നടക്കും, ചിലർക്ക് നടക്കില്ല. സഭകളുടെ സമ്മർദ്ദത്തിൽ എൽദോ ഒരു കരുവായി മാറുന്നുണ്ടോ? ഏത് സഭയുടെ? ഇപ്പൊ നിങ്ങൾ യാക്കോബായ സഭയാണ്, അവിടെ സിറോ മലബാർ സഭയുടെ പ്രാതിനിധ്യം വേണമെന്നടക്കം മതമേലധ്യക്ഷന്മാരടക്കം ആവശ്യപ്പെട്ടു. അങ്ങനെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ക്രിസ്ത്യൻ സഭകളിൽ അങ്ങനെ ആരും അങ്ങനെയൊന്നും ആവശ്യപ്പെടാറേയില്ല. അതൊക്കെ ആത്മീയമായി പോകുന്ന, ക്രിസ്ത്യാനിറ്റിയിലൂടെ പോകുന്ന ആളുകളാണ്. അവരൊന്നും അധികം രാഷ്ട്രീയത്തിലൊന്നും ഇടപെടാറില്ല. ബഹുമാനപ്പെട്ട PB തങ്കച്ചൻ സാർ അവിടെ 20 വർഷക്കാലം MLA ആയിരുന്നു. ബഹുമാന സാജു പോൾ അവിടെ 15 വർഷക്കാലം MLA ആയിരുന്നു. ഞാൻ 10 വർഷക്കാലം MLA. അവർ രാഷ്ട്രീയം മതം നോക്കിയിട്ടൊന്നുമല്ല. അവിടെ പരമ്പരാഗതമായി പോകുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സഭയുടെയും പിന്തുണ എനിക്കുണ്ട്. ക്രിസ്ത്യൻ സഭ മാത്രമല്ല, മുസ്ലിം സഹോദരങ്ങളുടെ പിന്തുണ എനിക്കുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളുടെ പിന്തുണ എനിക്കുണ്ട്. എനിക്ക് വലിയ ലീഡ് ജയിക്കാൻ പറ്റും. കേരള ചരിത്രത്തിലെ, പെരുമ്പാവൂർ ചരിത്രത്തിലെ ആദ്യമായിട്ടാണല്ലോ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഭരണം കിട്ടിയത്. അതേപോലെ തന്നെ പെരുമ്പാവൂരിൽ ഇലക്ഷൻ നടന്നാൽ എനിക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ മാർജിനിൽ ലീഡ് ജയിക്കും. ഇങ്ങനൊരു കേസിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നു. നമ്മൾ വീണ്ടും ജനങ്ങൾക്കിടയിലേക്കാണ് ഇറങ്ങുന്നത്. പഴയ ഒരു രീതിയിൽ വോട്ട് നേടാനുള്ള ഒരു ത്രാണി ഉണ്ടാവും, അല്ലെങ്കിൽ ജനങ്ങളോട് ഇക്കാര്യം കൂടെ വിശദീകരിക്കേണ്ടി വരില്ലേ? എനിക്ക് എല്ലാ ത്രാണിയുണ്ട്. ഞാൻ കാഴ്ചയിൽ ചെറുതാണെന്നുള്ളൂ. എനിക്ക് അതിനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. ഞാൻ ജനങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത് ജനങ്ങളുമായിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് നിങ്ങളിലൂടെ ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പിന്തുണ എനിക്കുണ്ട്. നിങ്ങൾ ഡൽഹിയിൽ നിന്ന് നാട്ടിൽ ചെന്ന് കാര്യങ്ങൾ തിരുക്ക്, അവർ പറയും.